കേരള പോലീസിലെ ജോർജ് സാറുമാരെ കുറിച്ചുള്ള കുറേ കഥകൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. വൈക്കത്തെ ഒരു ജോർജ് സാറിൻ്റെ ക്രൂരതയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. വൈക്കം സ്റ്റേഷനിലെ ASI ജോർജ് അസഭ്യം വിളിക്കുകയും ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തെന്ന പരാതിയുമായി രംഗത്തെത്തിയത് ഫോട്ടോഗ്രാഫറായ യുവാവാണ്. പോലീസുകാരൻ്റെ വിവാഹം ഷൂട്ട് ചെയ്ത ആലപ്പുഴ തൈക്കാട്ടുശ്ശേരി സ്വദേശി മുകേഷിനെ സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി തല്ലിച്ചതച്ചത് വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ മുഴുവൻ പണവും ആവശ്യപ്പെട്ടതിനാണ്. വീഡിയോ നൽകുന്നില്ലെന്ന CPO അനന്തകൃഷ്ണൻ്റെ പരാതിയിലാണ് മുകേഷിന് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് മുൻപ് ഭീഷണി മുഴക്കിക്കൊണ്ട് അനന്തകൃഷ്ണൻ മുകേഷിനയച്ച ശബ്ദ സന്ദേശവും പുറത്തുവന്നു. നീ ഇതുവരെ ഒരു വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇത് തരാനുള്ള ഒരു മനസ്സ് നീ കാണിച്ചിട്ടില്ല. ഈ എഡിറ്റിംഗ് ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, നീ ഇനി ഇത് വൈകി കഴിഞ്ഞാൽ അടുത്ത മാസം കഴിഞ്ഞാൽ കളി മാറും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ മര്യാദ പറഞ്ഞു. ഞാൻ അടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ കാരണം ഞാൻ ഇവിടെ പാലക്കാടാണ്. ഇവിടെ സാറന്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടുത്ത മാസം കഴിഞ്ഞാൽ എനിക്കൊന്നും നോക്കാനില്ല. നീ ഓർത്തോ? ഇപ്പോൾ കേട്ടത് CPO അനന്തകൃഷ്ണൻ വീഡിയോഗ്രാഫർ മുകേഷിന് അയച്ച ഭീഷണി ശബ്ദ സന്ദേശമാണ്. ക്യാമ്പിൽ പരിശീലനം പൂർത്തിയാക്കുന്ന താൻ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നതോടെ മുകേഷിനെ കൈകാര്യം ചെയ്യുന്ന രീതി മറ്റൊന്നായിരിക്കുമെന്ന് ഓഡിയോയിൽ നിന്ന് വ്യക്തം. ജൂലൈ 27-ന് അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈക്കം പോലീസ് സ്റ്റേഷനിൽ മുകേഷ് എത്തുന്നു. പിന്നീടുണ്ടായത് ആ യുവാവ് തന്നെ പറയട്ടെ. 28 രൂപ എനിക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാതി ഞാൻ നൽകിയാൽ സ്വീകരിക്കുമെന്ന് ASIയോട് ചോദിച്ചു. അപ്പോൾ നിന്റെ പരാതി ഇവിടെ സ്വീകരിക്കില്ല, നീ അത് വേറെ എവിടെയെങ്കിലും കൊണ്ടേ കൊടുത്താൽ മതി, നീ അത് വേറൊരു തെറിയോടുകൂടിയാണ് ആള് പറഞ്ഞത്. അവിടെ പോയി ജോർജ് എന്ന് പറഞ്ഞ ദിവസം അതെ അവിടെ പോയി പറഞ്ഞാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും സംസാരിക്കണം, മര്യാദക്ക് സംസാരിക്കണം. ആളത് ഇഷ്ടപ്പെട്ടില്ല. അത് ഈഗോ ഹേർട്ടായെന്ന് തോന്നുന്നു. വിവാഹം ഷൂട്ട് ചെയ്യുന്നതിനായി മുകേഷിനെ ആദ്യം സമീപിച്ചത് അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരാണ്. പിന്നീട് അനന്തകൃഷ്ണന് വേണ്ടിയുള്ള ചിത്രീകരണ ചുമതലയും മുകേഷിന്റെ സ്ഥാപനം ഏറ്റെടുത്തു. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ പെൺവീട്ടുകാർ ആൽബവും വീഡിയോയും വേണ്ടെന്ന് പറഞ്ഞ് പണം നൽകാതെ ഒഴിഞ്ഞു മാറി. അനന്തകൃഷ്ണനാകട്ടെ രണ്ടും വേണമെന്ന നിലപാടിലും. ആൽബം നൽകിയെങ്കിലും രണ്ടു കൂട്ടരും നൽകാനുള്ള പണം നൽകാതെ വീഡിയോ തരില്ലെന്ന നിലപാടിൽ മുകേഷ് ഉറച്ചു നിന്നതോടെയായിരുന്നു പോലീസ് ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് കുത്തിക്കറി പിടിച്ചു, എന്നിട്ട് കോളറിൽ വലിച്ച് ചെയറിന്റെ ഇടക്കാട്ടിട്ടു വലിച്ചെറിയുമായിരുന്നു. മുതുകത്തിലിടിക്കാൻ വേണ്ടി കുനിച്ചു നിർത്തിയപ്പോൾ മുഖത്ത് പാടുകളൊന്നും വരരുതെന്ന് പറയാനുണ്ട്. അത് മുഖത്തിലടിക്കരുതെന്ന് പറയും. അങ്ങനെ വലിച്ചെറിയുകയാണ്. എന്നിട്ട് കഴുത്തിന് കയറി പിടിക്കുകയാണ്. അമ്മക്ക് വിളിക്കുകയാണ്. തെറിയാണ്, മൊത്തം തെറിയാണ്. 32,000 രൂപ നൽകാനുള്ളടുത്ത് വെറും 4,000 രൂപയ്ക്ക് കല്യാണ വീഡിയോ നൽകണമെന്ന് നിർബന്ധപൂർവ്വം വൈക്കം പോലീസ് എഴുതി വാങ്ങിയപ്പോൾ തനിക്ക് കിട്ടാനുള്ള തുകയെ സംബന്ധിച്ച പരാതി സ്വീകരിക്കണമെന്ന് മുകേഷ് ആവശ്യപ്പെട്ടു. ഇതോടെ ASI ജോർജ് അസഭ്യം വിളിച്ചു. അത് ചോദ്യം ചെയ്തതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് മുകേഷ് പറയുന്നു. നെഞ്ചിലും വയറ്റിലും അടക്കം ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അനന്തകൃഷ്ണനും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. മർദ്ദനശേഷം സ്റ്റേഷൻ വിട്ട മുകേഷ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ECGയിൽ ഉൾപ്പെടെ വ്യതിയാനമുണ്ടെന്നും പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സ തേടിയതെന്നും രേഖകളിൽ നിന്ന് വ്യക്തം. പോലീസ് മർദ്ദനങ്ങൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നതിനിടയിലാണ് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ചതിന്റെ പേരിൽ പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വന്ന യുവാവിന്റെ പരാതി ഇപ്പോൾ News 18 പുറത്തു കൊണ്ടുവരുന്നത്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് വൈക്കം സ്റ്റേഷനിലേക്ക് മുകേഷ് എത്തുന്നു. മുകേഷ് അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ, ജോർജ് എന്നൊരു ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ 4ഓളം പോലീസുകാർ മർദ്ദിച്ചു എന്നുള്ളതാണ്. അസഭ്യം പറഞ്ഞു. ഒപ്പം തന്നെ PROയുടെ റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. ആ ഘട്ടത്തിൽ മുകേഷിന് മർദ്ദനമേറ്റതിനു ശേഷം നേരെ താലൂക്ക് ആശുപത്രിയിലേക്ക് പോയതിന്റെ രേഖകളുണ്ട്. അതിനകത്ത് അസോൾട്ട് നടന്നിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹൃദയ സംബന്ധമായ ECGയിൽ വേരിയേഷനും കാണിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു മർദ്ദനം അവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ DYSPക്ക് പരാതി നൽകിയ ശേഷം DYSP ആ പരാതി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആ കേസിൽ ഇതുവരെ ഒരു FIRO മറ്റു കാര്യങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണം നൽകാതെ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്തതിനു ശേഷം അത് നൽകാതെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ മുകേഷിന് മുഴുവൻ പണവും DYSP ഇടപെട്ടുകൊണ്ട് പരാതിക്കാരിൽ നിന്ന് വാങ്ങി നൽകിയെന്ന് പറയുന്നു. അപ്പോൾ ബോധപൂർവമായി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങളെ അത് കവറപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി DYSPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മുകേഷിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ആലപ്പുഴ ചേർത്തല തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.